വാർത്തയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ നാളെ മുതൽ അതിതീവ്ര മഴയെന്ന് മുന്നറിയിപ്പ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലർട്ടാണ്. മൺസൂൺ നാളെ കേരളത്തിലെത്തും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥന. തൃശൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും കൂറ്റൻ മേൽക്കൂര തകർന്നു വീണു. തിരക്കേറിയ റോഡിലേക്കാണ് മേൽക്കൂര തകർന്നു വീണത്. കോർപ്പറേഷന്റെ അധീനതയിലുള്ള കെട്ടിടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന മേൽക്കൂരയാണ് താഴെ പതിച്ചത്. തൃശൂർ എംഒ റോഡിൽ ഏറെ നേരം ഗതാഗത കുരുക്കുണ്ടായി. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിലെ മണ്ണൊലിച്ചുപോയി. വയലിൽ മണ്ണിട്ടുയർത്തിയാണ് ഇവിടെ ദേശീയപാത നിർമ്മിച്ചത്. ഇതിന്റെ ഒരു ഭാഗത്തെ ചെമ്മണ്ണാണ് മഴയിൽ കുത്തിയൊലിച്ചുപോയത്. ഈ ഭാഗത്ത് കോൺക്രീറ്റ് പാർശ്വഭിത്തി നിർമ്മിച്ചിരുന്നില്ല. അടിഭാഗത്ത് നിന്നും വൻതോതിൽ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയതോടെ റോഡിന്റെ സുരക്ഷിതത്വം ആശങ്കയിലായി. സമീപത്തെ വയലിലാണ് മണ്ണൊഴുകിപ്പോകുന്നത് വന്ന് നിറയുന്നത്. വന്യമൃഗങ്ങൾ വീണ്ടും ഇറങ്ങുന്നതോടെ ആശങ്കയിലാണ് നാട്. മൂന്നാറും പാലക്കാടും വീണ്ടും പുലി ഇറങ്ങി. മൂന്നാറിൽ വളർത്തുനായയെ പുലി പിടിച്ചുകൊണ്ടുപോയി. മൂന്നാറിൽ വീട്ടുമുറ്റത്ത് കിടന്നുറങ്ങിയ വളർത്തുനായയെ പുലി കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്നലെ പുലർച്ചെയാണ് പുലി എത്തിയത്. വീട്ടിലെ CCTVയിൽ പുലി നായയെ കടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം പതിഞ്ഞു. പാലക്കാട് മലമ്പുഴ എലിവാലിൽ വീണ്ടും പുലിയെത്തിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. എലിവാൽ സ്വദേശി കൃഷ്ണന്റെ വീട്ടിലെ നായയെ പുലി പിടിച്ചു. 2 ആഴ്ച മുൻപും ഇവിടെ പുലിയെത്തിയിരുന്നു. ഈ വർഷം 4ാം തവണയാണ് കൃഷ്ണന്റെ വീട്ടിൽ പുലിയെത്തുന്നത്. നേരത്തെ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. പ്രദേശത്തെ സൗരോർജ്ജ വേലിയും തകർന്ന നിലയിലാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. മുള്ളിയാം കുറിശിയിൽ സ്ഥാപിച്ചിരുന്ന കെണിയാണ് പുതിയയിടത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസം പുലി കടന്നു പോകുന്നതിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് നാട്ടുകാർ മണ്ണാർമലയിലെ വെട്ടത്തൂർ വനം വകുപ്പിന്റെ ഔട്ട് പോസ്റ്റിലെത്തി പ്രതിഷേധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂട് ഇവിടേക്ക് മാറ്റിയത്. ഇടുക്കി ഇടമലക്കുടിയിൽ കാട്ടാന വീട് തകർത്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ അമരാവതിയുടെ വീടാണ് തകർത്തത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ വലിയ അപകടമൊഴിവായി. വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കട്ടിലും മേശയും പാത്രങ്ങളും ഉൾപ്പെടെ തകർത്തു. ഇടുക്കി ദേവികുളത്ത് പുലിയിറങ്ങുന്നതിന് പിന്നാലെ നല്ലതണ്ണി ITDയിൽ കാട്ടാനയും ഇറങ്ങി. ജനവാസ മേഖലയിലാണിന്ന് രാവിലെ ഒറ്റയാൻ ഇറങ്ങിയത്. രാവിലെ എസ്റ്റേറ്റ് ലയങ്ങളുടെ സമീപത്തുകൂടി കാട്ടാന നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ തൊഴിലാളികൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയിൽ പുലിക്ക് പുറമെ കാട്ടാനയും എത്തിയതോടെ ജനങ്ങൾ ആശങ്കയിലാണ്.